എല്ലാവർക്കും ദി ഡെയിലി ഹീലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ആഫ്രിക്കൻ ഒച്ചുകളെക്കുറിച്ചാണ്. നമുക്കറിയാം, 2 ദിവസം മുമ്പ് നമ്മുടെ ലക്ഷദ്വീപിലെ കിൽത്താൻ ദ്വീപിൽ ഒരുപാട് ആഫ്രിക്കൻ ഒച്ചുകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കിൽത്താൻ ദ്വീപിലെ നല്ലവരായ നാട്ടുകാരും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാവരും ചേർന്ന് ഇതിനെ നശിപ്പിക്കാനുള്ള പദ്ധതി ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ നശിപ്പിക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം, അല്ലെങ്കിൽ ഇതിനെ മുഴുവനായിട്ട് എങ്ങനെ നമ്മൾ നശിപ്പിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഫെക്ഷൻ കുട്ടികളിൽ എങ്ങനെ തടയാം എന്നതൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഈ ജീവിയെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഒരു വ്യക്തമായ അറിവ് ഉണ്ടാവണമെന്നത് അത്യന്താപേക്ഷിതമാണ്. അടുത്തത് എന്താണ് ആഫ്രിക്കൻ ഒച്ചെന്ന് നമുക്ക് നോക്കാം. കേട്ടാൽ നിസ്സാരനായിട്ട് തോന്നുമെങ്കിലും ഈ ആഫ്രിക്കൻ ഒച്ച് അല്ലെങ്കിൽ രാക്ഷസ ഒച്ച് എന്നറിയപ്പെടുന്ന ഈ ഒച്ചുകൾ പൊതുവെ നമ്മുടെ വീട് മുറ്റത്ത് അല്ലെങ്കിൽ നമ്മുടെ കുളത്തിൻ്റെ പരിസരത്തായിക്കോട്ടെ, ഈർപ്പമുള്ള ഭാഗത്ത് അല്ലെങ്കിൽ കിണറിൻ്റെ പരിസരത്തെല്ലാം തഴച്ച് പെരുകുന്ന ഒരു തരം ജീവിയാണ്. ഈ ഒച്ചുകൾ നമ്മുടെ വിളകൾക്കെല്ലാം ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മനുഷ്യന്മാരിലും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കഴിവുള്ള ഒരു ജീവിയാണ്. അക്കാൻറ്റിന ഫ്യൂലിക്ക എന്ന ശാസ്ത്രനാമമുള്ള ഈ ഒച്ചുകൾക്ക് പൊതുവെ പല പേരിലും അറിയപ്പെടാറുണ്ട്. അതിലൊന്നാണ് ആഫ്രിക്കൻ ജിയാൻറ്റ് ലാൻഡ് സ്നെയിൽ അല്ലെങ്കിൽ ആഫ്രിക്കൻ ഭീമൻ കര ഒച്ച് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. അന്തരീക്ഷ വായു ശ്വസിച്ച് കരയിൽ ജീവിക്കുന്ന വലുപ്പം കൂടിയ ഓരോതരം ഒച്ചുകളാണ് ഇവ. പൂർണ്ണമായും വളർച്ചയെത്തിയ ഈ ഒച്ചുകൾക്ക് 7 സെൻറ്റിമീറ്റർ വരെ പൊക്കവും 20 സെൻറ്റിമീറ്റർ വരെ നീളവും ഉണ്ടാവാറുണ്ട്. ഈ ഒച്ചുകളുടെ മുകൾ ഭാഗത്തായിട്ട് കൂർത്ത ഒരു രക്ഷാകവചമുണ്ട്. അതായത് അതിൻ്റെ തോട് ഒരു ഹാർഡായിട്ടുള്ളൊരു തോടാണ്. ഈ തോട് കാൽസ്യം നിർമ്മിതമായതുകൊണ്ട് തന്നെ ഇതിനാവശ്യമായ കാൽസ്യത്തിന് വേണ്ടിയിട്ട് കല്ല്, മണ്ണ്, കോൺക്രീറ്റ് പോലെയുള്ള കാര്യങ്ങൾ വരെ ഇവ അകത്താക്കാറുണ്ട്. തവിട്ട് നിറത്തിലുള്ള തോടാണ് ഇതിൻ്റെ പുറത്തുണ്ടാവാറുള്ളത്. പൊതുവെ അതിൽ വെളുത്ത രീതിയിൽ, അതായത് കുറുകെ ഒരു ചെറിയ ചെറിയ വരകൾ കാണപ്പെടാറുണ്ട്. ഈ തോടിൻ്റെ അടിഭാഗത്തായിട്ട് മാംസളമായിട്ടുള്ള ഒരു ശരീരഭാഗമുണ്ട് ഇതിന്. അപ്പോൾ ഈ ശരീരഭാഗം ഉപയോഗിച്ചാണ് ഇത് പതുക്കെ പതുക്കെ തെന്നി നീങ്ങുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ തെന്നി നീങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദ്രാവകം അതിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുവിക്കാറുണ്ട്. ആ ദ്രാവകമാണ് ഏറ്റവും ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ദ്രാവകമാണ്. ആ ദ്രാവകം ഒരിക്കലും നമ്മളുടെ കയ്യിലെത്താതെ നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ കൊഴുത്ത ഒരു ദ്രാവകം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഇത് നടന്നു കഴിഞ്ഞ സ്ഥലങ്ങളെല്ലാം ഈ ദ്രാവകം ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്കൊരു തിളങ്ങുന്നൊരു വെള്ള വരയായിട്ട് കാണപ്പെടാറുണ്ട്. ഇത് സഞ്ചരിച്ച വഴിയിലൂടെയെല്ലാം നമുക്കത് കാണാൻ സാധിക്കാറുണ്ട്. ഇലകൾ തിന്ന് ചെടികളെ മുഴുവനായും നശിപ്പിക്കാനുള്ള കഴിവ് ഈ ഒച്ചുകൾക്കുണ്ട്. ചെടികളിൽ ഏറ്റവും പ്രധാനമായും ഇവർ തിന്ന് നശിപ്പിക്കുന്നത് നമ്മുടെ വാഴ, ചേമ്പ്, ചേന അല്ലെങ്കിൽ നമ്മുടെ പപ്പായ, ക്യാബേജ് ഇതുപോലെയുള്ള പച്ചക്കറികളാണ് പൊതുവെ ഇത് തിന്ന് നശിപ്പിക്കുന്നത്. അടുത്തത് ഇതിൻ്റെ പ്രത്യുൽപാദന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ലിംഗവ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് പ്രത്യുൽപാദന ശേഷി വളരെ കൂടുതലാണ്. കാരണം ഇതിൻ്റെ ഒരേ ജീവിയിൽ തന്നെയാണ് സ്ത്രീ പുരുഷ ഇന്ദ്രിയങ്ങൾ കാണപ്പെടുന്നത്. വർഷത്തിൽ 5 മുതൽ 6 തവണ വരെ മുട്ടയിടാറുണ്ട് ഈ ഒച്ചുകൾ. ഓരോ പ്രാവശ്യവും 200-ലധികം മുട്ടകൾ ഇടാറുണ്ട്. അതിൽ 90% മുട്ടയും വിരിയുന്നു എന്നതാണ് സത്യം. കുറഞ്ഞത് 15 ദിവസം എടുത്തിട്ടാണ് ഈ മുട്ട വിരിയുന്നത്. കുറഞ്ഞത് 7 മുതൽ 15 വർഷം വരെ ജീവിക്കാനുള്ള കഴിവ് ഈ ഒച്ചുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയുടെ വംശവർദ്ധനവ് ഭീമമായ തോതിൽ നടക്കുകയും പെട്ടെന്ന് തന്നെ ഇത് പെറ്റുപെരുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ നശിപ്പിക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒന്നാണ്. 6 മാസം കൊണ്ടാണ് ഇത് പൂർണ്ണ വളർച്ചയിലെത്തുന്നത്. രാത്രിയിലാണ് ഇതിൻ്റെ ഇര തേടലും സഞ്ചാരവും നടക്കുന്നത്. എന്നാൽ പകൽ സമയത്ത് ഇത് മണ്ണിൽ ആഴ്ന്നിറങ്ങിയിട്ട് അവിടെ വിശ്രമിക്കുകയാണ് പതിവ്. അനുകൂല സാഹചര്യത്തിൽ 5 മുതൽ 10 വർഷം വരെ ജീവിക്കാൻ കഴിയുന്ന ഈ ഒച്ചുകൾ പ്രതികൂല സാഹചര്യ സമയത്താണെങ്കിൽ, അതായത് നല്ല കൊടും ചൂടുള്ള സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണെങ്കിൽ അതിൻ്റെ തോടിനകത്ത് കയറി സമാധിയിരിക്കാൻ കഴിയുന്ന 3 വർഷത്തോളം അങ്ങനെ അതിനകത്ത് മാത്രം ഇരുന്ന് ജീവിക്കാനും കൂടി കഴിയുന്ന ഒന്നാണ് ഈ ഒച്ചുകൾ. അതുകൊണ്ട് തന്നെ ഇതിനെ നശിപ്പിക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. ആ 3 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് തോടിനകത്ത് ഇരിക്കുന്നതിന് പറയുന്നതാണ് ഹൈബർനേഷൻ എന്ന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരിക്കലും അതിനെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാനോ സാധിക്കില്ല. 1970-ലാണ് ആദ്യമായിട്ട് കേരളത്തിലോട്ട് ഈ ഒച്ചുകൾ വരുന്നത്. പാലക്കാട് ജില്ലയിലെ എലപ്പുള്ളി എന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടു തുടങ്ങിയത്.
ഗവേഷണത്തിനാവശ്യമായിട്ടാണ് ആദ്യം ഈ ഒച്ചുകളെ കൊണ്ടുവന്നതെങ്കിലും പിന്നീട് അത് നാശനഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ പെറ്റുപെരുകയാണ് ചെയ്തത്. ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലത്തും ഇവയുടെ ശല്യങ്ങൾ രൂക്ഷമാണ്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ജലസ്രോതസ്സുകൾ മലിനമാക്കാനും ഈ ഒച്ചുകൾക്ക് സാധിക്കാറുണ്ട്. ഈ ഒച്ചുകൾക്ക് 20 മുതൽ 250 ഗ്രാം വരെ തൂക്കം കാണാറുണ്ട്. അടുത്തത്, ഈ ആഫ്രിക്കൻ ഒച്ച് മനുഷ്യ ശരീരത്തിൽ എന്തെല്ലാം എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കേരള റിസർച്ച് ഫോറസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പഠനപ്രകാരം പറയുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ തലച്ചോറിനെയാണ് ഇത് കൂടുതലായിട്ടും ബാധിക്കുന്നത്. ഇതിന് പ്രധാനമായും കാരണമായിട്ടുള്ളത് ഒരു വിരയാണ്. ഈ ഒച്ചുകളുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഒരു തരം വിര കാരണമാണ് നമുക്കിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നത്. എലിയുടെ കാഷ്ടം കഴിക്കുന്ന ഒച്ചുകളാണ് പൊതുവെ ഈ രോഗം പരത്തുന്നത്. അതായത് എലിയുടെ ശ്വാസകോശത്തിലാണ് ഈ വിര കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് റാറ്റ് ലങ് വേം എന്നും പറയാറുണ്ട്. ഈ വിര എലിയുടെ കാഷ്ടത്തിലൂടെ ഈ വിരയുടെ ലാർവ എലിയുടെ കാഷ്ടത്തിലൂടെ പുറന്തള്ളപ്പെടുകയും അത് ഭക്ഷിക്കുന്ന ഒച്ചുകളുടെ ശരീരത്തിൽ ഈ വിര വളരുകയും ചെയ്യുന്നു. അതിനുശേഷം ഈ ഒച്ച് നടക്കുന്ന സമയത്ത് നേരത്തെ ഒരു ദ്രാവകം പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ദ്രാവകത്തിലൂടെ ഈ വിരയും പുറന്തള്ളപ്പെടുന്നു. ഈ ദ്രാവകം നമ്മുടെ കൈകളിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ആൻജിയോസ്ട്രോങ്കൈലിസ് കാന്റോനൻസിസ് എന്നാണ് ഈ വിരയുടെ യഥാർത്ഥ പേര്. ഈ വിര കാരണമാണ് നമുക്ക് മെനിഞ്ചൈറ്റിസ്, അതായത് നമ്മുടെ മസ്തിഷ്ക ജ്വരം ഉണ്ടാവുന്നത്. ഈസിനോഫിലിക് മെനിഞ്ചൈറ്റിസ് എന്നാണ് ഈ രോഗത്തിന് പറയുന്നത്. ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. അതികഠിനമായ തലവേദന, പിന്നെ അതുപോലെ തന്നെ ഓക്കാനം, ഛർദി, ശരീരമാസകലമുള്ള വേദന, സൂചി കുത്തുന്നത് പോലെയുള്ള വേദന, ശരീരമാസകലമുള്ള മരവിപ്പ്, അതുകൂടാതെ കാഴ്ചയിലുണ്ടാവുന്ന മാറ്റങ്ങൾ, വെളിച്ചത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കാണാറുണ്ട്. ഇതൊരു സാമൂഹികാരോഗ്യ പ്രശ്നമായതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നിച്ചാൽ മാത്രമേ നമുക്കിതിനെ നിയന്ത്രിക്കാനും നശിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കൂട്ടായ ഒരു പ്രയത്നം അത്യാവശ്യമാണ്. അടുത്തത്, ഈ ഒച്ചുകളുടെ നിയന്ത്രണ മാർഗങ്ങൾ എന്താണെന്ന് നോക്കാം. ഈ ഒച്ചുകൾ മഴക്കാലം മാറി വേനൽക്കാലം വരുന്ന സമയത്ത് മണ്ണിനടിയിൽ പൂഴ്ന്നിറങ്ങി പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നിട്ട് വീണ്ടും അടുത്ത മഴക്കാലം ആവുമ്പോൾ പൊങ്ങി വരികയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് വേനൽക്കാലം തുടങ്ങുന്ന സമയത്ത്, അത് മഴക്കാലം കഴിഞ്ഞ സമയത്ത് മണ്ണ് നമ്മൾ ഇളക്കി കൊടുക്കണം. അങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മുട്ട നശിപ്പിക്കാനും നമുക്ക് സാധിക്കും. അവിടെ ഉണ്ടാകുന്ന മുട്ടയെ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അടുത്ത മഴക്കാലത്തുണ്ടാവുന്ന ഇതിൻ്റെ വംശവർദ്ധനവ് നമുക്കൊരു പരിധിവരെ തടയാൻ സാധിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ചില ചെറിയ കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ വീട്ടിന് ചുറ്റുഭാഗത്തുമായിട്ട് ജൈവവളങ്ങളുടെ വേസ്റ്റുകൾ ഉണ്ടാവും. ഈ ചെറിയ ചെറിയ ഇലകളായിക്കോട്ടെ, ഓലയായിക്കോട്ടെ, അങ്ങനെയുള്ളതെല്ലാം ഇങ്ങനെ കുന്നുകൂടിയിടുന്നത് തടയുക. കാരണം ഇങ്ങനെ കുന്നുകൂടിയിടുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ ഈർപ്പം ഉണ്ടാവുകയും അവിടെ ഇതിന് ജീവിക്കാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ വീടിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് ജൈവവളങ്ങളുടെ അവശിഷ്ടങ്ങൾ അതൊന്നും തന്നെ ഇടാതിരിക്കുക. അടുത്തത്, ഈ ഒച്ചുകളെ നമുക്ക് കെണി വെച്ച് എങ്ങനെ നശിപ്പിക്കാമെന്ന് നോക്കാം. ഈ ഒച്ചുകൾ രാത്രി കാലങ്ങളിലാണ് കൂട്ടം കൂട്ടമായി പുറത്തു വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചണച്ചാക്ക്, ഒരു നനഞ്ഞ ചണച്ചാക്ക് എടുത്ത് അതിനകത്ത് പപ്പായയുടെ ഇല അല്ലെങ്കിൽ നമ്മുടെ ക്യാബേജിൻ്റെ ഇല, മുരിങ്ങയില എന്നിവയെല്ലാം ഇട്ട് ഇതിനെ ആകർഷിക്കാൻ എന്നവണ്ണം പുറത്തു വെക്കുക. അപ്പോൾ ഈ ചാക്കിലോട്ട് ആകർഷിക്കുന്ന ഒച്ചുകളെ ഒറ്റയടിക്ക് നമുക്ക് എടുത്തുകൊണ്ടുപോയി തുരിശിലായനിയിൽ മുക്കിയോ അല്ലെങ്കിൽ ഉപ്പ് തെളിച്ചോ നമുക്ക് നശിപ്പിക്കാവുന്നതാണ്. അങ്ങനെ നശിപ്പിച്ച ശേഷം ആ ഒച്ചുകളെല്ലാം എടുത്ത് നമുക്ക് തെങ്ങിൻ ചുവട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികളുടെ ചുവട്ടിൽ വളമായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഗ്ലൗസ് ധരിക്കാതെ ഒരിക്കലും ഒച്ചുകളെ സ്പർശിക്കരുത്. ഒച്ചുകളെ സ്പർശിച്ച ശേഷം അല്ലെങ്കിൽ ഗ്ലൗസ് ധരിച്ചിട്ടാണെങ്കിലും ഒച്ചുകളെ സ്പർശിച്ച ശേഷം കൈകൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. അടുത്തത്, ഈ ഒച്ചുകളെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള തുരിശിലായനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി തുരിശെന്ന് പറയുന്നത് നമ്മുടെ കോപ്പർ സൾഫേറ്റ്. ഈ കോപ്പർ സൾഫേറ്റ് 60 ഗ്രാം കോപ്പർ സൾഫേറ്റ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന വണ്ണമാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത്. ഇത് ഈ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾക്ക് പുറത്ത് തടികളിലും അല്ലെങ്കിൽ നമ്മുടെ ചുമരിലൊക്കെ കാണുന്ന ഒച്ചുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നേരെ മറിച്ച് നമ്മൾ മണ്ണിലാണ് തളിക്കുന്നതെങ്കിൽ അതിൻ്റെ റേഷ്യോ വ്യത്യാസപ്പെട്ടിരിക്കും. അത് 10 ഗ്രാം കോപ്പർ സൾഫേറ്റ് 1 ലിറ്റർ വെള്ളം എന്ന റേഷ്യോയിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ തുരിശിലായനി എന്ന് പറയുന്നത് ഒരു ഫംഗിസൈഡ്, ഒരു കുമിൾനാശിനിയാണ്. അപ്പോൾ ഇത് വളരെയധികം നല്ല രീതിയിൽ ഇതുപയോഗിച്ച് നമുക്ക് ഈ ഒച്ചിനെ നശിപ്പിക്കാൻ സാധിക്കും. ഇതുകൂടാതെ നമ്മളുടെ ഉപ്പ് വെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി വെക്കുന്നതിലൂടെ ഈ ഒച്ചുകൾ നശിച്ചു പോകാറുണ്ട്.
പക്ഷേ നമുക്ക് കൂടുതലും ഉപ്പുവെള്ളം നമ്മുടെ മണ്ണിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ മണ്ണിൻ്റെ pH ലെവലിനെ അത് ബാധിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ കഴിയുന്ന രീതിയിൽ ഈ തുരിശ് അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിൽ കൊണ്ടുപോയി മുക്കി വെക്കാനോ എന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. വേനൽക്കാലത്തിന് മുമ്പായിട്ട് ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം വേനൽക്കാല സമയത്ത് ഇവ വേനലുറക്കത്തിലേക്ക് പ്രവേശിക്കുകയും 3 വർഷത്തോളം മണ്ണിനടിയിൽ സമാധിയിരിക്കാനുള്ള കഴിവുള്ളവയുമായതുകൊണ്ട് തന്നെ വേനൽക്കാലത്തിന് മുമ്പ് നമുക്കിതിനെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ആഫ്രിക്കൻ ഒച്ച് ഒരു സാധാരണ ജീവിയാണെന്ന് കരുതി ആരും അവഗണിക്കരുത്. ഇത് നമ്മുടെ കൃഷിക്കും ആരോഗ്യത്തിനും ഗുരുതരമായൊരു ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒച്ചുകൾ കാണുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെയോ അല്ലെങ്കിൽ കാർഷിക വകുപ്പിനെയോ അല്ലെങ്കിൽ പഞ്ചായത്തിനെയോ ആരെങ്കിലും നമ്മൾ അറിയിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഈ ഭീഷണിയെ നമുക്ക് നേരിടാൻ കഴിയുക. അപ്പോൾ എല്ലാവരും സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.